ഇവിടെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഈ ബോക്സ് ഗാർഡർ പൂനെയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് 56 ടൺ അല്ലേ, 56 ടൺ വെയിറ്റ് നമ്മുടെ ഈ ബോക്സ് ഗാർഡർ തന്നെയായി. പിന്നെ നമ്മുടെ ഈ കേബിളിൻ്റെ വെയിറ്റൊക്കെ കൂടി ഏകദേശം ഒരു 60 ടൺ വെയിറ്റ് വരും കേട്ടോ. ഒരുപാട് ആളുകൾ കമൻറ്റ്, ബാഡ് കമൻറ്റ്, പ്രശ്നമില്ല കേട്ടോ, കമൻറ്റ് ഇട്ടോളി. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കാര്യമായിട്ട് ഇതൊന്നും കൂടി വിശദീകരിച്ച് പറയുന്നത് കേട്ടോ. ഇതിനെപ്പറ്റിയുള്ള കമൻറ്റ് ഇട്ടവരിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും വിശ്വസിക്കട്ടോ. നിങ്ങൾ റോഡിൻ്റെ മുകളിൽ ഒരുപാട് വാർത്ത വെച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഇതല്ല. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി പിന്നാലെ നമ്മുടെ കോഴിക്കോട് കോരപ്പുഴ വർക്കിൻ്റെ അപ്ഡേഷൻ ആട്ടോ. കോരപ്പുഴ വർക്കിൻ്റെ നമ്മുടെ ബോക്സ് ഗാർഡർ എവിടെ വരെ എടുത്തു വെച്ചു, എന്തൊക്കെയാണെന്നുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യാനും മറക്കല്ലേ. വെങ്ങളം ഭാഗത്തുള്ള സൈഡാട്ടോ കോരപ്പുഴയുടെ ഭാഗത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഇതുവരെ ട്രാക്ക് ആ ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ. ഏകദേശം പകുതിയോളമായി കഴിഞ്ഞു. ഇനി അവർ ആ ട്രാക്ക് ഈ ഭാഗത്തേക്ക് വെച്ചിട്ടോ, ഈ ഭാഗത്തേക്ക് വെച്ച് നമ്മുടെ ബോക്സ് ഗാർഡർ അല്ല ഏകദേശം ഇനി എത്ര ഉണ്ട് ബോക്സ് ഗാർഡർ അതുവരെ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി 1 2 3 4 5 സ്പാന് 15 ബോക്സ് ഗാർഡറുകൾ ഇനി എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. യെസ്. അപ്പോൾ ഇനി മൊത്തം അവിടേക്ക് എത്ര എടുത്ത് വെച്ച് എന്നുള്ളത് നമുക്ക് ആ ഭാഗത്തേക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ ഏതായാലും ഇവർ ട്രാക്കുകളൊക്കെ സെറ്റാക്കി, കാൻട്രി ക്രെയിനൊക്കെ അവിടെ റെഡിയാക്കി. മെഷീനൊക്കെ നമ്മുടെ ക്രെയിനുകളൊക്കെ റെസ്റ്റിലാണല്ലോ. എന്ത് പറ്റി, ഓണായിട്ട് ലീവാണോ? അപ്പോൾ നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിലേക്കുള്ള വിശേഷങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഈ ബോക്സ് ഗാർഡർ പൂനെയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ്, ബാഡ് കമൻറ്റ്, പ്രശ്നമില്ല കേട്ടോ, കമൻറ്റ് ഇട്ടോളി. പക്ഷെ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കാര്യമായിട്ട് ഇതൊന്നും കൂടി വിശദീകരിച്ച് പറയുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് ഈ 14 ടൺ വരുന്ന ഈ ബോക്സ് ഗാർഡർ ഓരോ പീസ് അങ്ങനത്തെ 4 പീസ് ജോയിൻറ്റ് ചെയ്തിട്ടാട്ടോ. നിങ്ങൾ ഈ 4 പീസ് ജോയിൻറ്റ് ചെയ്തിട്ടാണ് ഇവരൊരു ഗാർഡറായി മാറുന്നത്. അങ്ങനെ 14 ടൺ വെയിറ്റ് വരുന്നുണ്ട്. 14 ടൺ വെയിറ്റ് അങ്ങനെ 4 പീസൊക്കെ കൂടി ആകുമ്പോൾ എത്ര ആവും? അവിടെ ജോയിൻറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കാം നമുക്ക്. ഇത് 4 എണ്ണം അവർ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ജോയിൻറ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രീ ഡ്രസ്സിങ് പരിപാടി. ഇതാ ഈ ഹോൾസിലൂടെ നമ്മുടെ കേബിൾ, ഒരു ഹോൾസിൽ 18 20 കേബിളൊക്കെ അപ്പുറത്തേക്കാക്കി 4 എണ്ണത്തിനും കൂടി ടൈറ്റാക്കുന്ന ഈ പരിപാടി. ഇവിടെ ജോയിൻറ്റ് താൽക്കാലികമായിട്ട് അവരൊക്കെ സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ ഇവിടെ. ഇനി ആ കേബിൾ വെച്ച് ടൈറ്റാക്കുന്ന പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എത്രയായി? 14 28 56 ടൺ അല്ലേ. 56 ടൺ വെയിറ്റ് നമ്മുടെ ഈ ബോക്സ് ഗാർഡർ തന്നെയായി. പിന്നെ നമ്മുടെ ഈ കേബിളിൻ്റെ വെയിറ്റൊക്കെ കൂടി ഏകദേശം ഒരു 60 ടൺ വെയിറ്റ് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബോക്സ് ഗാർഡർ പൂനെയിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞിട്ടാണ് ആർക്കും വിശ്വാസം വരാത്തത്. ഇത് പൂനെയിൽ നിന്ന് 3-4 ദിവസമൊക്കെ ട്രാവൽ ചെയ്ത് ട്രക്കിൽ ഓരോ ഗാർഡറുകൾ ഇങ്ങനെ കൊണ്ടുവരുന്ന കേട്ടോ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് വടകര ഭാഗത്ത് കൂടി വരുന്നത് കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ. പിന്നെ കുറേ പേർക്കൊക്കെ അറിയാം ഇത്. ഈ ഗാർഡറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഗാർഡറിൻ്റെ പേരാണ് UHP-FRC ഗാർഡർ. അതായത് ഈ കോൺക്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയാം, നമ്മുടെ സാധാ കോൺക്രീറ്റിനെക്കാട്ടിയും 5 മടങ്ങ് പവറുള്ള സാധനം കേട്ടോ. സ്ട്രോങ് കൂടും ഈ കോൺക്രീറ്റിന്. അതാണ് UHP-FRC ഗാർഡർ എന്നാണ് ഇതിന് പറയുക. അത് പൂനെയിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഇവിടെ ഇത് നിർമ്മിക്കാനുള്ള ഇതായിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഈ കോൺക്രീറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺക്രീറ്റ് ഞാൻ നമ്മുടെ കോഴിക്കോട് ടോൾ ഗേറ്റിൻ്റെ അവിടെ നമ്മുടെ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് അതിലൊരു ഫൈബറിൻ്റെ ഒരു കണ്ടൻറ്റ് കിട്ടുക. ഫൈബറിൻ്റെ ഒരു കണ്ടൻറ്റ് വരുന്നുണ്ട്. ഒരു നൂല് സാധനം. അതിനെന്തോ ഒരു പേരുണ്ട്, പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. ആ മിക്സ് അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റാണ്. സാധാ കോൺക്രീറ്റിനെക്കാട്ടിയും നല്ല 5 മടങ്ങ് സ്ട്രോങ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഏതായാലും
പൂനെയിലാണ് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണ കമ്പനി ഉള്ളത്. ഭാവിയിൽ അവിടെ ഇവിടെയൊക്കെ വരും കേട്ടോ. ഇത് ഭാവിയിൽ നല്ല ഇതൊക്കെ പെട്ടെന്ന് നിർമ്മിക്കാൻ കഴിയും. പക്ഷേ അവിടെ പൂനെയിലും പിന്നെ വേറെ ഏതോ ഭാഗത്തുണ്ടോ എന്നുള്ള അറിയില്ല. വേറെ ഏതെങ്കിലും നമ്മുടെ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് പൂനെയിൽ നിന്നാണ്. പൂനെയിൽ ആരോ പറഞ്ഞ് ചുരം അത്രയും വലിയ ഹൈറ്റുള്ള അങ്ങനെയുള്ള സ്ഥലത്താവാൻ സാധ്യതയില്ല കേട്ടോ. ഹൈറ്റുള്ള സ്ഥലത്താവാൻ എന്താ അറിയില്ല. പൂനെ വഴി ഏത് റോഡ് മാർഗ്ഗമാണ് എങ്ങനെയാണെന്നുള്ള അറിയില്ല. നമ്മൾ മലയാളികളായ ട്രക്കിൻ്റെ ഡ്രൈവർമാർ വരെ ഞാൻ സംസാരിച്ചതാട്ടോ അവരോട്. അവർ 3.5 ദിവസം, അതായത് 4 ദിവസത്തോളം ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. ഒരു ദിവസം 2-3 എണ്ണത്ത് കുറേ വണ്ടി ഇട്ടിട്ടോ, 10-12 വണ്ടി എന്തായാലും ഉണ്ടാവും. ഒരു ദിവസം 2-3 എണ്ണമൊക്കെ എത്തണമെങ്കിൽ ഒരു 12 വണ്ടിയോളം ഉണ്ടാവില്ലേ. ഇതെന്ത് ഇവിടെ നിർമ്മിച്ചുകൂടാന്നുള്ള ചോദ്യം, അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് നല്ല ഐഡിയ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ കമൻറ്റ് ചെയ്യും. ഏതായാലും ഇതാണ് ഈ ഗാർഡൻ്റെ ഈ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇനിയും ഇത് പൂനെയിൽ നിന്നല്ല, അത് ഇവിടെ തന്നെ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞ് കമൻറ്റ് ഇടലില്ല പൊന്നാര സ്നേഹിതന്മാരെ. ഇനി ഇവിടെ വന്നിട്ട് കോരപ്പുഴ വന്നിട്ട് ഇവിടുത്തെ എഞ്ചിനീയർമാരോട് ചോദിക്കാം. പിന്നെ വേറൊന്നും കൂടി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടോ. അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ കർണാടക അങ്ങനെ ഒരു 3-4 സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റിലൊന്നും ഇത് വർക്ക് എത്തിയിട്ടില്ല. അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇവിടെയാണിത് ലോഞ്ച് ചെയ്യുന്നത്, ഇവിടെയാണ് വർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും കൂടി എഞ്ചിനീയർമാർ എന്നോട് പറഞ്ഞ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏതായാലും മക്കളെ, ഇനിയിപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ കുറേയൊക്കെ അല്ല ഇവിടുത്തെ എഞ്ചിനീയർമാരോടൊക്കെ, ക്യാമ്പ്സിൻ്റെ എഞ്ചിനീയർമാരോടൊക്കെ ചോദിക്കാൻ കുറേ കൊല്ലമായിട്ട് പരിചയമുള്ള. അപ്പോൾ അവരോടൊക്കെ മെല്ലെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. വാഗണിൻ്റെ എഞ്ചിനീയർമാർ ഭയങ്കര ദേഷ്യക്കാരാണ്, ചോദിച്ചാലൊന്നും മിണ്ടൂല. അതൊക്കെ ഓല ഓഫീസിൽ നിന്നുള്ള ഓർഡർ ആയിരിക്കും കേട്ടോ. എന്തായാലും ഇവിടുത്തെ എഞ്ചിനീയർമാരൊക്കെ ഉഷാറാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കഥ. അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ വർക്കാട്ടോ ഈ ബോക്സ് ഗാർഡർ. അതിൽ വേറെ തർക്കമില്ല. ഇനി എറണാകുളത്തുണ്ട് 18 കൊല്ലം മുമ്പ് അവിടെ ചെയ്തീനി ഇവിടെ ചെയ്തീനി ഒന്നും പറയില്ല. ആരൊക്കെ കമൻറ്റ് ഇട്ട് അത് ഗാർഡർ, കോൺക്രീറ്റ് ഗാർഡർ വേറെ ഉണ്ടാവും. ഇതുപോലത്തെ ബോക്സ് ഗാർഡറുകൾ ഉണ്ടാവും. ഇത് UHPFRC ഗാർഡർ എന്ന് പറഞ്ഞാൽ പ്രത്യേക തരം കോൺക്രീറ്റ്. ഇതൊക്കെ അടുത്ത കാലത്തായിട്ട് വന്ന സാധനങ്ങളാണ് നമ്മളെ ഇന്ത്യയിൽ തന്നെ തോന്നുന്നു. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ഏതായാലും പാലത്തിൻ്റെ അടുത്തേക്ക് പോവാം. അവിടെ എത്രത്തോളം ഗാർഡറുകൾ എടുത്ത് വെച്ച് അതൊക്കെ നോക്കാട്ടോ. ബോക്സ് ഗാർഡർ ആ തലക്കലൊരു ഭാഗത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ഭാഗത്ത് നിന്ന് അതിൻ്റെ മുകളിൽ വെക്കാനുള്ള സ്ലാബുകളൊക്കെ അവിടെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി, സൂപ്പർ. ഒരു ഭാഗത്ത് നിന്ന് അവരിങ്ങനെ വെച്ച് പോരുന്നു. എനിക്ക് തോന്നുന്നു പുറക്കാട്ടി ഭാഗത്തുള്ള വെച്ച് കഴിഞ്ഞിട്ടുണ്ടോ, അവിടെ പോയിട്ടൊന്ന് നോക്കണം. അവിടുത്തത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ട്രെയിനുകളൊക്കെ ഇങ്ങോട്ട് വന്നത് അല്ലേ. ഇവിടെ അതാ അതിൻ്റെ മുകളിൽ ഇത് 5 ഇഞ്ച് തിക്കിലുള്ള സ്ലാബ് പീസുകളാട്ടോ. അവരതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കി എടുത്ത് വെക്കുന്നുണ്ട്. ഒരു ഭാഗത്തുനിന്ന് ഒരു സ്പാനിൻ്റെ മുകളിൽ എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. മഴ മാറിയപ്പോൾ നല്ല വെയിലും ചൂടും തൽക്കാലം ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇവർ ഷീറ്റ് താൽക്കാലികമായിട്ട് ഇവർ സെറ്റപ്പ് ചെയ്യുന്ന പരിപാടികളാട്ടോ. ഈ സ്ലാബ് എടുത്ത് വെക്കാറുണ്ട് റിസ്ക് ആട്ടോ. ഓരോന്നിങ്ങനെ അതിലേക്ക് ഇറക്കി വെക്കാറുണ്ടെങ്കിലേ കണ്ടങ്ങളെ ഇതിൻ്റെ കമ്പികൾ കണ്ടോ. ഇതിൻ്റെ കമ്പികൾ ബോക്സ് ഗാർഡറിൻ്റെ മുകളിൽ നിലവിലുള്ളതാണ്. അതുപോലെ സ്ലാബ് വാർക്കുമ്പോൾ അവർ ഹോൾസ് ഇങ്ങനെ ഇട്ടില്ല ആ കമ്പി കണക്കായിട്ട്. ചില കമ്പികൾ റെഡി ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതൊക്കെ കുറേ ബെൻഡായതൊക്കെ ഉണ്ട് കേട്ടോ. അടിച്ച് ബെൻഡാക്കിയിട്ടും അങ്ങനെ ഓരോ സ്പാന് കഴിയുമ്പോൾ അവർക്ക് പിന്നെ അടുത്ത സ്പാൻ തുടങ്ങുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വെച്ച് പോരാ. 2 എണ്ണം വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ 1 സെൻറ്റിമീറ്ററൊക്കെ മാറ്റം വന്നാൽ മതി. പിന്നെ അവർ സ്വീപ്പാവാൻ 16ൻ്റെ കമ്പിയൊക്കെയാണ് സൈഡിലേക്കുള്ളത്. ഈ 20ൻ്റെ കമ്പികൾ സെൻട്രൽ ഭാഗത്തേക്ക് 12 mm കമ്പിയാണ് ഉണ്ട്. ഇവിടെയൊക്കെ 20ൻ്റെ കമ്പിയാട്ടോ ലാസ്റ്റ് ബോക്സ് ഗാർഡറിൻ്റെ ലാസ്റ്റിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 16ൻ്റെ കമ്പി തുടങ്ങുന്നുണ്ട്.
ഇതാ ഇവിടെ 20 ഇതുവരെ 20 കമ്പി കാണല. അത് കഴിഞ്ഞതിന് ശേഷം 16 mm കമ്പിയാണ്. അത് കഴിഞ്ഞിട്ട് 12 mm കമ്പി ഇതാ ഈ ഭാഗത്തേക്ക് ഇവിടെ. അപ്പോൾ ബോക്സ് ഗാർഡർ ഉണ്ടല്ലോ കൊണ്ടുവരുന്നത് 4 എണ്ണം ഒരേ ഭാഗത്തേക്ക് കണക്കായിട്ടുള്ള തന്നെ ആയിരിക്കില്ലേ. ഇതിനനുസരിച്ച് കറക്റ്റ് ഓരോ ലോഡിൽ ഇങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കില്ലേ. ചോറാട്ടോ ഫുള്ള്. എന്തിനാ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇത് വെക്കുന്നതെന്നൊക്കെ ചോദിക്കും. എന്താണെന്നുള്ളത് കറക്റ്റ് എനിക്ക് അറിയില്ല. എന്തോ പണിയിൽ ലാഭമുണ്ടോ. അപ്പോൾ ഈ ഗാഡർ വെക്കലും ബോക്സ് ഗാഡർ വെക്കലും സാധാ ഗാഡർ കോൺക്രീറ്റ് അപ്പുറത്തെ പാലത്തിൻ്റെ ഇതൊക്കെ വെച്ചത് തമ്മിലുള്ള ആ ഒരു ലാഭം എന്തിനായിരിക്കും എന്താ അറിയില്ല. ഇത് പ്രത്യേകിച്ച് നല്ല സ്ട്രോങ് കുറേ ലൈഫ് കിട്ടുന്നതായിരിക്കും ഇത്. അതുകൊണ്ടായിരിക്കും ഇത് തിരഞ്ഞെടുത്തത്. എന്തായാലും 5 മടങ്ങ് കോൺക്രീറ്റ് ശക്തിയുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ ഇതിലൊരു ഫൈബർ കണ്ടൻറ്റ് അത് കാണുന്നുണ്ട് കേട്ടോ കോൺക്രീറ്റിൽ. ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ. അതിൻ്റെ മുകളിൽ പൊടി ഉണ്ടല്ലോ. ഈ ഇരുമ്പിൻ്റെ തന്നെ ആണെന്ന് അറിയില്ല. കണ്ട ചെറിയ പീസുകൾ, അങ്ങനത്തെ പീസുകൾ ഇട്ടുകൊണ്ടിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആണിത്. അപ്പോൾ ഇത് വെറൈറ്റിയാണ് സാധനം. ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ. ഇതാ കണ്ടില്ലേ, ഇതാ അങ്ങനെ തെറിച്ചെടുക്കുന്നുണ്ടോ. അത് കോൺക്രീറ്റ് ഇതും തമ്മിൽ മിക്സ് ആക്കിയിട്ട് വരുന്ന സാധനമാണ്. ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളാട്ടോ. കാലത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര സ്പാൻ വരെ എടുത്ത് വെച്ച് കഴിഞ്ഞു? 1 2 3 4 5 6 7 8 യെസ്. അപ്പോൾ 8 5 13 സ്പാൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 13 39 ബോക്സ് ഗാർഡർ ഇങ്ങോട്ട് വേണം. 1 2 3 ഒരു സ്പാൻ. 3 ബോക്സ് ഗാർഡറാണ് വരുന്നത് ഒരു സ്പാനിൻ്റെ മുകളിൽ. ഏതായാലും ഗാൻട്രി ക്രെയിൻ്റെ മുകളിൽ സിമ്പിളായിട്ട് ആ വർക്ക് സൂപ്പറാട്ടോ. അത് ഓരോ സ്പാനിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ നീക്കി കൊണ്ടുപോകുക. ട്രാക്കിൻ്റെ മുകളിൽ കൂടിയെ അവിടെ കാലിട്ട് അപ്പുറത്തേക്ക് കുടിച്ച് ടൈറ്റ് ആക്കുക. ഇവിടെ വെയിറ്റ് ഉണ്ട് കേട്ടോ. കൂടുതൽ വെയിറ്റ് ഉള്ളത് കൊണ്ട് അവിടെ ലൂസാക്കിയാലും അവിടെ താവൂല. അതാണ് പരിപാടി. അത് അത് എടുത്ത് വെക്കുന്ന സിമ്പിൾ പരിപാടി. മറ്റേ നമ്മുടെ അപ്പുറത്തെ പാലത്തിൻ്റെ ഒക്കെ എടുത്ത് വെച്ചതുപോലുള്ള ഓവർ റിസ്ക് ഇതിൽ കാണില്ല കേട്ടോ. പെട്ടെന്ന് എടുത്ത് വെക്കൽ കഴിയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇത് തിരഞ്ഞെടുത്തെന്ന് തോന്നുന്നു അല്ലേ. ഇതിനെപ്പറ്റിയുള്ള കമൻറ്റ് ഇട്ടവരെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും വിശ്വസിക്കട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ റോഡിൻ്റെ മുകളിൽ ഒരുപാട് വാർത്ത് വെച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതല്ല. ഞാനും 3-4 കൊല്ലമായിട്ട് ഈ റോഡിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കുന്നല്ലേ. അപ്പോൾ നിങ്ങൾ വീണ്ടും ഞാൻ ആദ്യമായിട്ട് കാണുന്ന മാതിരി കളികളെ കമൻ്റ് ഇടല്ലേ ചില ആൾക്കാരെ. സാറിൻ്റെ പോട്ടെ, അവർക്കറിയാഞ്ഞിട്ടാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനൊന്നും കൂടി അവർക്ക് കൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഇനി ഏതായാലും സ്ലാബുകൾ എടുത്ത് വെക്കാൻ തുടങ്ങി. ഇനി അതിൻ്റെ മുകളിൽ വാർക്കലൊക്കെ ഉണ്ടാവും. നമ്മുടെ പുറക്കാട്ടിൽ കോൺക്രീറ്റ് വാർക്കണ പരിപാടി തുടങ്ങിയിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.